ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൈദരാബാദിലുള്ളത് സാലാർജംഗ് മ്യൂസിയം. ഇതാണ് സാലാർജംഗ് മ്യൂസിയം. സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ ഉള്ളു ഭാഗത്ത് പോണ വഴിയാണിത്. അപ്പോൾ ഇതാണ്, ഇവിടെ നിന്നാണ് നമുക്ക് ഉള്ളിൽ കയറാനുള്ള വഴി. ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ ഉള്ളിൽ നേരെ പോയി കഴിഞ്ഞാലാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇത് നമ്മളെ സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകണ വഴി. ഇതാ, ഇതിനെ നേരെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. വ്ളോഗിൽ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ല അറിയില്ല, എന്നാലും നമുക്ക് അറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇതാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ടിക്കറ്റ്, സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോണത്. നമ്മൾ ഇത് ടിക്കറ്റ് കൗണ്ടറിന് നമുക്ക് നേരെ സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇന്ത്യ റേഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ടിക്കറ്റ്, സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകണത്. ഇത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകണ മുമ്പായിട്ടുള്ളൊരു പണ്ട് കാലത്തെ വണ്ടിയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ലേഡീസിന് പോകാനുള്ള വഴി വേറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ലേഡീസിന് പോകാനുള്ള ലെഫ്റ്റ് നിന്ന് ജെൻസ് റൈറ്റ് നിന്നാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ നേരെ അങ്ങോട്ട് ഉള്ളിൽ കയറാം. നമ്മൾ നേരെ നമ്മൾ ഫസ്റ്റ് ക്ലോക്കും കാണാണ്ട് നമുക്ക് മെയിനായിട്ട് ആൾക്കാർ ഇതിനുള്ളിലേക്ക് വരുന്നത് ക്ലോക്കിനാണ്, വാച്ച് കാണാനാണ് വരുന്നത്. വാച്ച് എവിടെയുള്ള സ്ഥലമാണ് നമുക്ക് പോയി നോക്കാം. അതിന് മുമ്പ് കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാം. വാച്ചിൻ്റെ ഉള്ളിൽ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് വാച്ചിൻ്റെ സ്ഥലം വരാൻ പോകുന്നത്. ഇതാണ് വാച്ച്, രാജാവിൻ്റെ കാലത്തുള്ള ക്ലോക്ക്. കുറേ ചരിത്രങ്ങളുണ്ട്, അതൊന്നും പറയാൻ തുടങ്ങിയാലത് തീരൂല. നമുക്ക് സാധാരണ ക്ലോക്കിനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സീറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വാച്ചിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് കാണാം. രാജാവിൻ്റെ കാലത്തുള്ള ക്ലോക്ക്. ഈ ക്ലോക്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നില്ല, അതൊരു ഇറച്ചി വെട്ടുന്ന ആളാണ്, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് സെക്കൻഡ്. റൈറ്റ് സൈഡിൽ ഒരാൾ ഇറച്ചി വെട്ടുന്നതാണ്, അത് സെക്കൻഡ്. ലെഫ്റ്റ് സൈഡിൽ റൂമുണ്ട്, ആ റൂമിൽ നിന്ന് ഒരാൾ വന്നിട്ട് ബെല്ല്. ഇതൊക്കെ ആൾക്കാർക്ക് വന്ന് സമയമാകുമ്പോൾ എങ്ങനെ അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ സമയമാകുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൂമിൽ നിന്ന് വന്നിട്ട് അവിടെ ബെല്ലടിക്കും. നമുക്ക് ഇവിടെ ഇനിയും അരമണിക്കൂർ സമയമുണ്ടല്ലേ, നമുക്കതുവരെ വേറെ കറങ്ങില്ല. അരമണിക്കൂറുണ്ട്, അതാണ് ആൾക്കാർ എത്ര വരാത്തത്. സമയമായി കഴിഞ്ഞാൽ ആൾക്കാരാണ് നിറഞ്ഞു നിൽക്കും. വാച്ച് അടുത്തുനിന്ന് വാച്ചിന് കാണാണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡത്തെ റൂം അതാ ശരിക്കും കാണുന്നുണ്ടോ അല്ലേ അറിയില്ല. ലെഫ്റ്റ് സൈഡത്തെ റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരാൾ വന്നിട്ട് നടുവിൽ നിൽക്കുന്ന ബെല്ലിന് 12 മണിക്കുള്ള ബെല്ലിനാണ് ആൾക്കാർ കൂടുതലൊന്നും നിൽക്കുന്നത്. എന്തിനും 12 പ്രാവശ്യം അടിക്കുകയാണ്.
ബാക്കിയുള്ള സമയത്ത് അടിക്കും, 1 മണിക്ക് 2 മണിക്കൊക്കെ. പക്ഷേ ചെറുതായിട്ട് അടിക്കണം. ഈ ബെല്ല്, ഈ റൈറ്റ് സൈഡിലുള്ള ആൾ, ഇറച്ചി വെട്ടുന്ന ആൾ സെക്കൻഡാണ്. അതുവരെ നമുക്ക് അരമണിക്കൂർ വരെ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇത് ഒരു മാർബിൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് പറയുന്നത്. ഈ കാണുന്നത് പണ്ട് കാലത്ത് കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് മേലെ ഡ്രസ്സിൻ്റെ മേലെ ഒരു ശീലമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണില്ല. ഉള്ള പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അങ്ങനെ ഇവിടെ 1 മുതൽ എത്ര റൂമുണ്ട്? 14-15 റൂമുണ്ട്. ഒഴിച്ച റൂമിൻ്റെ ഉള്ളിൽ ഒഴിച്ച സംഭവം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു റൂമിൽ കത്തിയാളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാളുണ്ട്, തോക്കുണ്ട്, ഡ്രസ്സുകളുണ്ട്. രാജാക്കന്മാരെ കാലത്ത് യൂസ് ചെയ്യുന്ന യുദ്ധത്തിന് ഒരു ഹാളിൽ വെച്ചിട്ടാണ് കാണിച്ചത്. ക്ലോക്ക് വേറെ വാള്, കുറച്ച് സംഭവങ്ങൾ കാണാം. ദൂരൊക്കെ കുറേ പറഞ്ഞു. പണ്ട് കാലത്ത് കത്തിയല്ലേ പറഞ്ഞില്ല. ഇതിനെന്താ വാളാണ്, ഇതെന്താ സംഭവം? തോക്കാണില്ലേ? തോക്കൊക്കെ വെച്ച് പോകുമ്പോഴത്തേനും യുദ്ധം. ഞാനെന്തെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാം പോലെ ഞങ്ങൾ പറയാണ്. നിങ്ങൾ ഇത് നോക്കി വീഡിയോസ് കാണും. പിന്നെ നമ്മളെ ചാനലിലേക്ക് പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. ഡിസൈനിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഈ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ളും, ഈ റൂമിൻ്റെ ഉള്ളിലാണ് ഫുള്ളായിട്ട് വടി, ടൈമ് പിടിച്ച് നടക്കുന്ന വടിവാള്. ഇപ്പം മലയാളത്തിൽ എന്താ പല മനസ്സിലാകുന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കയ്യിൽ പിടിക്കുന്ന വടി ഉണ്ടാവില്ല, ആ വടി ശരിക്കും അതൊരു വാളാണ്. ഇതിൻ്റെ ഉള്ളിൽ വാളുണ്ടാവും. ശരിക്കും ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ യൂട്യൂബിൻ്റെ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എനിക്ക് എത്രത്തോളം ആവുന്നുണ്ടെങ്കിൽ അതുവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ അടുത്ത് കാണാം. ശരിക്കും ഇതൊരു വാളാണ്, പക്ഷെ വടീൻ്റെ ഷേപ്പാണ്. വടീൻ്റെ ഉള്ളിൽ ചെറുതായി ഇത് കണ്ടില്ലേ വാള്. ക്ലിപ്പ് അമർത്തി കഴിഞ്ഞാൽ അങ്ങനെ തുറക്കാൻ മതി. ഇത് കണ്ടില്ലേ, ഇതാണ്. കണ്ടു കഴിഞ്ഞാൽ ദൂരത്തിന് നമുക്കൊരു വടി മയക്കാണ്, പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു വാളുണ്ടാവും. ഇതൊക്കെ കയ്യിൽ പിടിക്കുന്ന വടിയാണ്, പക്ഷെ ഒരു വാളാണ്. എമർജൻസി ഫൈറ്റിങ് എന്തപ്പം ഇതിന് പറയാം. മതി, വീഡിയോ ഇങ്ങനെ വലുതാണ്. അടുത്ത വരട്ടെ. ഇത് കൊട ആണല്ലേ, കൊട. വേറെ എന്താ റൂം? ഈ 2 റൂം നമ്മൾ കണ്ട്, വാച്ച് അവിടെ നിന്ന് കണ്ട് 2 റൂം കണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന റൂം കൊളാമ്പിയ. ഗൈസ്, അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് പേരൊന്നും നമുക്ക് കിട്ടില്ല. നിങ്ങളിങ്ങനെ നോക്കി ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. അതിൽ എനിക്ക് എന്തൊക്കെ അറിയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ബാക്കിയുള്ള മലയാളത്തിൽ എന്തൊക്കെ പേര് പറയും നമുക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് കാലത്ത് അടിച്ച സാധനങ്ങളാണ് ഇത് ഷോക്കേസിൻ്റെ ഉള്ളിൽ എടുത്തുവെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് പാൻ തിന്നുന്ന പെട്ടിയാണ്. പാൻ വെറ്റില തിന്നില്ലേ, വെറ്റില രാജാക്കന്മാരെ കാലത്തുള്ള വെറ്റിലുണ്ടാക്കാനുള്ള ഒരു പെട്ടിയുണ്ട്. വാച്ചിൻ്റെ സമയമായിരുന്നു. വാച്ചിൻ്റെ സമയമാകുമ്പോഴാണ് സീറ്റില്ലാത്തവർക്ക് ചേര് സീറ്റില്ലാത്തവർക്ക് മുന്നിലൊന്ന് താഴെയിരിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ചേര് സ്ഥലം കിട്ടില്ല, കസാര അപ്പോൾ നമുക്ക് താഴെ ഇരുന്നിട്ട് ഇയാൾ വാച്ചിനെ വെച്ചിട്ട് ഫോൺ പറഞ്ഞു. അയാൾ കുറേ നേരമായി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുക, ആരും അയാളെ കേൾക്കാമെന്ന് നിൽക്കുന്നില്ല. സമയമായിരിക്കും. ശ്രദ്ധിച്ചു കണ്ടില്ല. ബസ്സിൻ്റെ രണ്ട് മൂന്ന് ഈ വാച്ച് രാജാവിനെ കഴിഞ്ഞാൽ എല്ലാവരും നീച്ച് പോകുന്ന കാര്യം ബാക്കിയുള്ള എല്ലാവർക്കും. ഇനി ഒരു മണിക്ക് ഇത് 12 മണിക്ക് എന്തിനാ കാണാൻ വരുന്ന ആൾക്കാർ 12 അടിക്കാൻ ബാക്കിയുള്ള കാണാൻ അടുത്ത് നമുക്ക് അടുത്തൊരു ഇതൊക്കെ ആനൻ്റെ കൊമ്പോണ്ട് ഉണ്ട്. ഞാനിങ്ങനെ ഇതിന് നടുവിൽ പറഞ്ഞു തന്നെ നമുക്കൊന്നും പിന്നെ വർത്താനത്തിലാവും നമ്മൾ. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം. വീഡിയോസ്
ആനൻ്റെ കൊമ്പാണ്. ആനക്കൊമ്പ് കൊണ്ട് ആള് 11ാമത്തെ റൂമുകളിലേക്കാണ് പോകുന്നത്. പ്രത്യേകമായിട്ട് ഒന്നില്ല. ഫോട്ടോസും എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് അടിക്കാം. 12ാമത്തെ ഒന്നുമില്ല, വെറുതെ നമുക്ക് എന്താവും റൗണ്ട് അടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ പുറത്ത് ചാടാം. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി നമുക്ക് പുറത്ത് വേറെ കാണാം. ഒരു ഫോട്ടോ. സ്പീഡ് കാണിക്കാം. കുറേ ഉണ്ട് കാണാൻ. ഇനി കാണാൻ ആഗ്രഹമുള്ളവർ ഹൈദരാബാദിക്ക് വരാം. സ്പീഡ് കാണാൻ ആഗ്രഹമുള്ളവർ ഹൈദരാബാദിക്ക് വരാം. സ്പീഡ് കാണിക്കാം. കുറച്ചൊക്കെ കണ്ടിട്ട് നമുക്ക് 4ാമത്തെ റൂം വീഡിയോസ് വലുതാവും. ഇങ്ങനെ നമ്മളിപ്പോ ഇവിടെ എങ്ങനെ നോക്കണേ? നമ്മളെ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഈ റൂമിലല്ല ഉണ്ടായിരുന്നത്, വേറെ റൂമാണ്. കണ്ടാൽ മനസ്സിലാവും റൂമുകളൊക്കെ. 2 മണിക്കൂറിൻ്റെ വീഡിയോസ് ആവും. ഇതിനുള്ളിൽ ഡയമണ്ട്സ് ഒക്കെ വെച്ച സ്ഥലങ്ങളുണ്ട്. ഇത് അതിന് വേണ്ടി വെച്ച AC ആണ്. അന്നാ സെക്യൂരിറ്റി ഗാർഡ് ഓരൊക്കെ നിൽക്കൂലേ, അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ട് സമയമില്ല. ഇത് അത് മാറ്റിയപ്പോൾ AC അങ്ങനെ കിടന്നിട്ടായിരുന്നു കെടുത്തിയതാണ്. ചെയർ, അൽമാറ ഒക്കെ. അൽമാര നല്ല സൗണ്ടില്ലേ? ഒരു സൗണ്ട് ഇട്ടാൽ മതി എല്ലാവരും. പുറത്തേക്ക് ഇറങ്ങല്ലേ തോന്നുന്നു. ശരിക്കും വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമ്മൾ നല്ലപോലെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ ഇനി ഇതിട്ട് ഉഷാറായിട്ട് ഞാൻ വീഡിയോസ് ഉണ്ടാക്കാൻ നോക്കാം. കാരണം നമ്മൾ 1ാമത്തെ റൂമിലെത്തിക്കണം. കഴിഞ്ഞത് ലാസ്റ്റ് റൂമാണ്. അപ്പോൾ പുതിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് ഉദ്ദേശിക്കുന്നു ഇതിട്ട് നല്ല വീഡിയോസ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. ഇതാണ് പുറം ഭാഗം, പുറത്തുനിന്ന് കാണാനുള്ളത്. ഇതൊരു രാജാവാണ്. 8 രാജാവിൻ്റെ ആണ്.